അപ്പോൾ പെട്രോൾ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ഇതാണ്ട. പിന്നെ പ്രധാനമായിട്ട് വന്നേക്കുന്ന ഒരു മാറ്റം എന്ന് വെച്ചാൽ ആ ഗിയർ നോബ് മാറ്റിയിട്ട് ഇതുപോലത്തെ ഒരു ഗിയർ സെലക്ടർ ആക്കിയിട്ടുണ്ട്. EV-യിലൊക്കെ കണ്ട പോലെ തന്നെ ജസ്റ്റ് റിവേഴ്സും ന്യൂട്രും ഡ്രൈവും മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ ഒരു വയർലെസ് ചാർജർ വരും. ബേസ് വേരിയൻ്റ് ഒന്നും നമുക്ക് വയർലെസ് ചാർജ് അവൈലബിൾ അല്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ടിയാഗോ EV ആയിരുന്നു. ഈ വീഡിയോയിൽ ടിയാഗോ പെട്രോൾ ഇട്ടിട്ടുണ്ട്. ടോപ്പിൻ്റെ അല്ലട്ടോ, ബേസ് കഴിഞ്ഞുള്ള സെക്കൻഡ് വേരിയന്റ് പ്യൂർ പ്ലസിൻ്റെ AMT വേരിയന്റ് ആണ് നമ്മുടെ കിട്ടിയത്. ഒരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീ ഉണ്ട്. ഇനി ഒരു AC ഒക്കെ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. സ്റ്റിയറിംഗ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇവിടെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിലും. നേരത്തെ ടിയാഗോ EV ഫുൾ ഓപ്ഷനിൽ 10 ഇഞ്ച് ആണെങ്കിൽ ഇതിലൊരു 8 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് ആണ് വന്നത്. ടയർ സൈസ് പറഞ്ഞത് 14 പവർ വിൻഡോസിന്റെ ബട്ടണൊക്കെ വന്ന ഈ ഒരു ഷേപ്പിലാണ്. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ EV-യിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് കാറാന്ന് തോന്നാത്ത രീതിയിലാണ് ഡിസൈൻ ഒക്കെ ചെയ്തേക്കുന്നത്. ഈ വണ്ടിയുടെ തേർഡ് വേരിയന്റിൽ തന്നെ നമുക്ക് ഇത്ര ഫീച്ചർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ജസ്റ്റ് DM-ലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.